ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൊഴിൽ വാർത്തയിൽ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മോഡൽ എക്സാം നോക്കാം. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മാത്സ് പാർട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. 20 ക്വസ്റ്റ്യൻ ഇല്ലേ, അപ്പോൾ അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. നിവർത്തന പ്രക്ഷോഭത്തെ പറ്റിയുള്ള ശരിയായ വിവരങ്ങളേവ? ആൻസർ ഓപ്ഷൻ ബി. 1, 2, 4 ശരി. ഏതൊക്കെയാണ്? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് പ്രക്ഷോഭം നയിച്ചത്. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീമൂലം പ്രജാസഭയിലേക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം. 2. ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം വിളിച്ചുകൂട്ടിയ വർഷമേത്? ആൻസർ ഓപ്ഷൻ എ. 1929. 3. ശരിയല്ലാത്ത പ്രസ്താവനയേത്? ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ആലുവ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനെതിരെയായിരുന്നു സമരം. 4. ചുവടെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ നിഗമനത്തിലെത്തുക. ആൻസർ ഓപ്ഷൻ ഡി. പ്രസ്താവനകൾ രണ്ടും ശരി. ഒന്നിന്റെ ശരിയായ വിശദീകരണമാണ് 2. എന്തൊക്കെയാണ്? കൊച്ചി, തിരുവിതാംകൂർ എന്നിവയേക്കാൾ മലബാറിലാണ് ദേശീയ പ്രസ്ഥാനം ശക്തമായിരുന്നത്. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലും കൊച്ചിയിലും തിരുവിതാംകൂറും രാജഭരണമുള്ള നാട്ടുരാജ്യങ്ങളുമായിരുന്നു. 5. മുഹമ്മദ് കാസിം 1668 ക്രോഡീകരിച്ച ആലംഗീർ നാമ ഏത് ഭരണാധികാരിയുടെ ആദ്യത്തെ 10 വർഷത്തെ ഭരണ ചരിത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഔറംഗസേബ്. 6. ഏതാനും കമ്മിറ്റികളുടെ പേരുകൾ ചുവടെ നൽകുന്നു. SK ധർ കമ്മീഷൻ, JVP കമ്മിറ്റി, ഫസൽ അലി കമ്മീഷൻ, കാക്ക കലേൽക്കർ കമ്മീഷൻ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള പ്രവിശ്യ അല്ലെങ്കിൽ സംസ്ഥാന രൂപവൽക്കരണം പഠിച്ച കമ്മിറ്റികളേവ? ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി. 1, 2, 3 ശരി. ഏതൊക്കെയാ? SK ധർ കമ്മീഷൻ, 2 JVP കമ്മിറ്റി, ഫസൽ അലി കമ്മീഷൻ. ഇതൊക്കെയാണ് ഭാഷാ അടിസ്ഥാനത്തിലുള്ള പ്രവിശ്യ അല്ലെങ്കിൽ സംസ്ഥാന രൂപവൽക്കരണം പഠിച്ച കമ്മിറ്റികൾ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ 7. ചുവടെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള ഭൂപരിഷ്കാരങ്ങളുടെ ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. അധിക ഭൂമി പിടിച്ചെടുത്ത് നൽകുന്ന പരിഷ്കാരങ്ങൾ. 8. ഡോക്ടർ രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി. ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. അപ്പോൾ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം എന്നുള്ളത് ഏത് കമ്മീഷന്റെയാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെയാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. പിന്നീട് എന്തൊക്കെയാണ് അതിലുള്ളത്? സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇതൊക്കെയാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ. അടുത്ത ക്വസ്റ്റ്യൻ 9. വ്യാജയുദ്ധം അഥവാ ഫോണി വാർ എന്നറിയപ്പെട്ട സംഭവം ചുവടെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ. രണ്ടാം ലോക മഹായുദ്ധം. 10. ചതുർശക്തി അഥവാ 4 പവർ ഡിക്ലറേഷൻ പ്രഖ്യാപനത്തെ പറ്റി ശരിയായ വിവരങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. 1, 2, 3, 4 ശരി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. 1943 ഒക്ടോബറിൽ മോസ്കോ കോൺഫറൻസിൽ ഒപ്പുവെച്ചു. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നിവർ ഒപ്പുവെച്ചു. ചൈന ഒരു ലോകശക്തിയായി ഉയർന്നു വന്നത് ഈ സമ്മേളനത്തോടെയാണ്. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമുള്ള ലോകക്രമത്തിന് പ്രഖ്യാപനം കാരണമായി. 11. 1950 രൂപം കൊണ്ട ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്
കാമ്പിശ്ശേരി കരുണാകരൻ. ആൻസർ ഓപ്ഷൻ ബി KPSC. 12. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ K. സച്ചിദാനന്ദൻ. 13. വിവരണാത്മകമായ രീതിയിൽ കഥാഖ്യാനം നടക്കുന്നത് ചുവടെ പറയുന്നതിൽ ഏത് കലാരൂപത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രബന്ധക്കൂത്ത്. 14. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ആൻസർ ഓപ്ഷൻ ഡി മാണി മാധവ ചാക്യാർ. 15. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യമുയർത്തി 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ നടത്തിയ കാൽനട ജാഥ നയിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി PN പണിക്കർ. 16. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി രാജ്യ സമാചാരത്തിന്റെ മുഖ്യ പത്രാധിപർ ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു. 17. ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. കേരളത്തിലെ കോട്ടകളിൽ ഷഡ്ഭുജാകൃതിയിലുള്ളത് പള്ളിപ്പുറം കോട്ട. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്. ഡച്ചുകാരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന യൂറോപ്യൻ സ്മാരകങ്ങളിൽ ഏറ്റവും പഴയതാണ് പള്ളിപ്പുറം കോട്ട. ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി 1, 2, 4 ശരി. അപ്പോൾ ഏതൊക്കെയാ ശരി ഇതിനകത്ത്? കേരളത്തിലെ കോട്ടകളിൽ ഷഡ്ഭുജാകൃതിയിലുള്ളത് പള്ളിപ്പുറം കോട്ട. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന യൂറോപ്യൻ സ്മാരകങ്ങളിൽ ഏറ്റവും പഴയതാണ് പള്ളിപ്പുറം കോട്ട. അപ്പം ആരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്? പോർച്ചുഗീസുകാരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്. 18. മലബാർ കലാപം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ 3 തലമുറയിലെ കഥാപാത്രങ്ങളെ പറ്റി വിവരിക്കുന്ന നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി സുന്ദരികളും സുന്ദരന്മാരും. 19. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ള ഒളിമ്പിക് ഗെയിംസ് ഏത്? ആൻസർ ഓപ്ഷൻ എ 2020 ടോക്കിയോ ഒളിമ്പിക്സ്. 20. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കായിക നയം പ്രഖ്യാപിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 1984. 21. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2, 3, 4 ശരി. ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. 22. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഗ്രാമങ്ങളിലെ ഭൗതിക വിഭവങ്ങളുടെ വികാസം. 23. ഇന്ത്യയിലെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ പിന്നോട്ടടിച്ച ഘടകങ്ങളേവ? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3 ശരി. ഏതൊക്കെയാ? 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം, കടുത്ത വരൾച്ച. 24. സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന നികുതി ഏത് അല്ലെങ്കിൽ ഏവ? ആൻസർ ഓപ്ഷൻ സി ഏതൊക്കെയാണ്? 1, 2 ശരി. 1, 2 ശരി. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി. അപ്പോൾ ഭൂനികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമാണ് സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന നികുതി. 25. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിച്ച് മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുന്ന സംരംഭങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി PPP. PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് PPP എന്ന് പറയുന്നത്. 26. ചുവടെ പറയുന്നവയിൽ പ്രധാനമായും കൗമാരക്കാരിൽ കണ്ടുവരുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ വൈകല്യ അവസ്ഥകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ 1, 2 ശരി. ഏതൊക്കെയാ? അനോറെക്സിയ നെർവോസ, ബുളിമിയ നെർവോസ. 27. സാംക്രമിക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കൃത്രിമ പ്രതിരോധ ശേഷി നേടുന്നതിന് ശരീരത്തെ സജ്ജമാക്കുന്ന പ്രക്രിയ ഏത്?
ആൻസർ ഓപ്ഷൻ സി പ്രൈമിംഗ്. 28. മനുഷ്യരെ ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. മലിന വസ്തുക്കൾ മുറിവുമായി സമ്പർക്കത്തിലാവുമ്പോൾ ഒരാൾ രോഗബാധിതനാകുന്നു. വൃത്തിയില്ലാത്ത നഖം, കത്തി, മരച്ചീന്തുകൾ, മൃഗങ്ങളുടെ കടി എന്നിവ മൂലമുള്ള ആഴത്തിലുള്ള മുറിവ് രോഗാണുക്കൾ വളരാൻ കാരണമാകും. പ്രസവ സമയത്ത് അണുവിമുക്തമല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ സ്ത്രീകൾക്ക് ഈ രോഗബാധയുണ്ടാകും. സൂചനകളിൽ പറയുന്ന രോഗമേത്? ഏത് രോഗമാണ്? ഓപ്ഷൻ സി ടെറ്റനസ്. അടുത്ത ക്വസ്റ്റ്യൻ 29. കുഞ്ഞ് ജനിച്ച് 12 മുതൽ 15 വരെ മാസങ്ങൾക്കിടയിൽ നൽകേണ്ട MMR വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4 ശരി. ഏതൊക്കെയാ? 5-ാം പനി, മുണ്ടിനീര്, റുബെല്ല. 30. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. 31. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. 1, 2, 3 ശരി. അപ്പോൾ ഏതൊക്കെയാണ്? അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്ററുകൾ. അടുത്തത് 32. രജിസ്റ്റർ എ എന്നും അറിയപ്പെടുന്ന അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി അക്യൂമുലേറ്റർ. 33. ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ മിനിറ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രിന്ററിന്റെ വേഗം. 34. ഒരു URL മേൽവിലാസത്തിന്റെ ഭാഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സെർവർ നമ്പർ. 35. ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലകൾ ആവശ്യമുള്ളതും എന്നാൽ പൂർണ്ണ ചുമതലയുള്ള സെർവറുകളുടെ ആവശ്യമില്ലാത്തതുമായ സ്ഥലങ്ങളിൽ വീടുകൾ, ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ അനുയോജ്യമായ കമ്പ്യൂട്ടർ ശൃംഖലാ സംവിധാനം ഏത്? ആൻസർ ഓപ്ഷൻ എ പീർ ടു പീർ. 36. ചുവടെ പറയുന്നവയിൽ ആഗ്നേയശിലകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. ഗാബ്രോ, ബസാൾട്ട്, പെഗ്മറ്റൈറ്റ്. 37. സംവഹന പ്രക്രിയ വഴിയുള്ള താപ കൈമാറ്റം നടക്കുന്ന ഏക അന്തരീക്ഷ പാളി ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് സംവഹന പ്രക്രിയ വഴിയുള്ള താപ കൈമാറ്റം നടക്കുന്നത്. 38. ഡാർജിലിംഗ്, സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി സിവാലിക്കുകളും ഡ്യൂണുകളും കാണപ്പെടുന്നു. 39. ചുവടെ പറയുന്നവയിൽ ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ കൊടുമുടി അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി മൗണ്ട് തുയിലർ. 40. ടിബറ്റിൽ ലങ്ചൻ ഖംബാബ് എന്ന് വിളിക്കപ്പെടുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ എ സത്ലജ്. സത്ലജ് നദിയെ ടിബറ്റിൽ പറയുന്ന പേരാണ് ഇത് ലങ്ചൻ ഖംബാബ്. 41. 105-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമേത്? ആൻസർ ഓപ്ഷൻ എ SC/BC വിഭാഗങ്ങളെ നിർണ്ണയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക്. 42. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് തടയുന്നത് ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ചൂഷണത്തിനെതിരായ അവകാശം. 43. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രവിശ്യകൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തു. 44. 1989-ലെ പികെ തുങ്കൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ വിവരങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരി.
ഏതൊക്കെയാണ്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്തു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്തു. ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കാനായി ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്തു. 45. സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ എ. സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. 46. ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം അല്ലെങ്കിൽ വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുക? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 47. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള മന്ത്രിസഭാ അംഗങ്ങൾ ആരൊക്കെ? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം ശരി. റവന്യൂ വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി. 48. കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമപ്രകാരം രൂപം കൊടുക്കുന്ന പ്രാദേശിക തല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 49. ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന 3 ഉപമിഷനുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആരോഗ്യ പുനരധിവാസ പദ്ധതി. 50. പോക്സോ നിയമത്തിന്റെ വകുപ്പ് 44 പ്രകാരം നിയമത്തിന്റെ നിരീക്ഷണ ചുമതല ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. 71. Someone threw a rotten tomato at Wilson while he dash. ആൻസർ ഓപ്ഷൻ എ വാസ് സ്പീക്കിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വാസ് സ്പീക്കിംഗ് വന്നത്? ഒരേ സമയത്ത് 2 ആക്ഷൻ നടക്കുമ്പോൾ അത് ഏത് ടെൻസിലായിരിക്കണം പറയേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം പറയേണ്ടത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതേ ഉള്ളൂ? വാസ് സ്പീക്കിംഗ് മാത്രമേ ഉള്ളൂ. അടുത്തത് 72. ഫോറിൻ ജേർണലിസ്റ്റ്സ് ആർ ബീയിങ് എക്സ്പെൽഡ്. ചൂസ് ദ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഗീവ്സ് ദ സിനോണിം ഓഫ് ദ വേർഡ് അണ്ടർലൈൻ. ആൻസർ ഓപ്ഷൻ ബി ഡ്രൈവൺ ഔട്ട്. 73. ഷീ ഡയർഡ് ടു ഓപ്പോസ് ഹിം ഡാഷ്. എന്താണ് ഇവിടെ വരുന്നത്? ഡിഡിൻറ്റ് ഷീ. ആൻസർ ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഷീ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഡയർ എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. ഡയറിൻ്റെ പാസ്റ്റാണ് ഡേഡ്. അപ്പോൾ ഡേഡ് വരുമ്പം ആക്സിലറി വെർബ് ഡിഡ് വരും. പിന്നെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് വരും. ഡിഡിൻറ്റ് പിന്നെ ഷീ. 74. The overall dash of the book is gently nostalgic. ആൻസർ ഓപ്ഷൻ ഡി ടോൺ. അപ്പോൾ എന്താണ് ടോണിൻ്റെ അർത്ഥം? യോജിക്കുക എന്നാണ്. യോജിക്കുക അല്ലെങ്കിൽ ചേരുക എന്നൊക്കെയാണ് ടോണിൻ്റെ അർത്ഥം. 75. മൈ ഫ്രണ്ട് ആൻഡ് മൈ മെൻറ്റർ ഡാഷ് മീ. ആൻസർ ഓപ്ഷൻ സി ആർ ഹെൽപ്പിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ആർ ഹെൽപ്പിംഗ് വന്നത്? ഇവിടെ 2 പൊസസീവ് അഡ്ജക്റ്റീവ് ആവർത്തിക്കുന്നുണ്ട് അല്ലേ? മൈ എന്ന് പറഞ്ഞ് 2 പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്ലൂറലായിട്ട് വന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്? മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ, വൺസ്. ഏതൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ, വൺസ്. ഇതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇത് ആവർത്തിച്ച് വരികയാണെങ്കിൽ അതൊരു പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 76. ദ ടോക്സ് മൈറ്റ് ഡാഷ് ഫോർ വീക്സ്. ആൻസർ ഓപ്ഷൻ ബി ഡ്രാഗ് ഓൺ. അപ്പോൾ എന്താണ് ഡ്രാഗ് അർത്ഥം? ടു കണ്ടിന്യൂ ഫോർ ടു ലോങ്. ടു കണ്ടിന്യൂ ഫോർ ടു ലോങ് എന്നാണ് ഡ്രാഗ് ഓണിൻ്റെ അർത്ഥം. 77. രവി സെഡ് ടു മീ മൈ ഫ്രണ്ട് may come tonight. Change to indirect speech. Answer option D. Ravi told me that his friend might come that night. 78. Choose the alternative that gives the meaning of the idiom to go off at a tangent. Answer option A. To suddenly start talking, thinking about a completely new subject.
79. Identify the grammatically correct sentence. Answer option B. The policemen are searching for the stolen ornaments. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. 80. Give a one word suitable for deserving to be praised or admired. Answer option C. Laudable. 81. She is never satisfied dash what she's got. Answer option A. With. 82. The committee will convene the meeting tomorrow. Change the voice. Answer option D. The meeting will be convened by the committee tomorrow. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇവിടെ വില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് വരുന്നത്? സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഒബ്ജക്റ്റ് പ്ലസ് മോഡൽ ആക്സിലറി പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് പാലിച്ച് വരുന്ന ഏതാണുള്ളൂ? ഡി എ ഉള്ളൂ. ഓപ്ഷൻ ഡി എ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 83. ഡാഷ് എം ബി ഈ സ്റ്റേയിങ് അറ്റ് ഡാഷ് 3 റോസസ് ഇൻ. ആൻസർ ഓപ്ഷൻ സി. ആൻ എം ബി ഈ സ്റ്റേയിങ് അറ്റ് the 3 roses in. 84. Ex party means. Answer option A. In the interests of one side only. അപ്പോൾ എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻ ദ ഇൻട്രസ്റ്റസ് ഓഫ് വൺ സൈഡ് ഓൺലി. 85. ഐഡൻറ്റിഫൈ ദ സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ഇതിനകത്ത് സിമ്പിൾ സെൻറ്റൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ദ പർസ്യൂട്ട് ഓഫ് ട്രൂത്ത് എ ലൈഫ് ലോങ് എൻഡീവർ ഷുഡ് നെവർ സ്റ്റോപ്പ്. 86. ഇഫ് ഇറ്റ് റെയിൻസ് ഐ ഡാഷ് എ ക്യാബ്. ആൻസർ ഓപ്ഷൻ ബി. വിൽ ഹയർ. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് വിൽ ഹയർ ആണ് വരുന്നത്. 87. ചൂസ് ദ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഗീവ്സ് ദ പ്ലൂറൽ ഫോം ഓഫ് ഡേറ്റം. അപ്പോൾ ഡേറ്റത്തിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡേറ്റയാണ് ഡേറ്റത്തിൻ്റെ പ്ലൂറൽ ഫോം. 88. വാക്കിംഗ് ഫോർ ആൻ അവർ എവറി മോർണിംഗ് വിൽ കീപ് യു ഹെൽത്തി. ഐഡൻറ്റിഫൈ ദ ജെറണ്ട് ഇൻ ദിസ് സെൻറ്റൻസ്. ആൻസർ ഓപ്ഷൻ സി. വാക്കിംഗ്. ഇപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോമാണ്. വെർബിൻ്റെ ING ഫോമിനാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജെറണ്ട് ഏതാണ്? വാക്കിംഗ് ആണ്. 89. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ എ. ചേഞ്ചബിൾ. 90. ദ ഫുൾ ഫോം ഓഫ് DTP ഈസ്. ആൻസർ ഓപ്ഷൻ ബി. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. 91. താഴെ തന്നവയിൽ ശരിയായി എഴുതിയിരിക്കുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി. പക്ഷേ. 92. രാജാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി. കർബുരൻ. 93. കൈമുക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. സത്യാവസ്ഥ തെളിയിക്കുക. 94. താഴെ കൊടുത്തവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ. വെട്ടം അധികം ഇല്ല. 95. താഴെ കൊടുത്തവയിൽ ഘടകപദങ്ങളാക്കിയാൽ വ്യത്യസ്തമായി തീരുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. മധുരമൊഴി. അപ്പോൾ മധുരമൊഴിയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. 96. ബാലൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്നത് ഏത്? ബാലൻ്റെ എതിർലിംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ബാലിക. 97. ടു ബി ലെഡ് ബൈ ദ നോസ് എന്നതിൻ്റെ മലയാള പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ സി. പറയുന്നത് പോലെ അനുസരിക്കുക. 98. വിവൃതം എന്നതിൻ്റെ വിപരീതമാണ്. ആൻസർ ഓപ്ഷൻ എ. സംവൃതം. 99. അന്യൻ്റെ ഭാര്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. പരദാരം. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി പിരിച്ചെഴുതാവുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഏറെയുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ.